കേരളത്തിൽ കൊന്നുതള്ളാൻ കണക്കാക്കി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കിയ ലിസ്റ്റിൽ ഒരു ജില്ലാ ജഡ്ജി അടക്കം 977 പേര് ഉണ്ടായിരുന്നു എന്ന് സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയ വെളിപ്പെടുത്തലിന്റെ ആഘാതത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ ഇനിയും മോചിതരായിട്ടില്ല. ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ ഇസ്ലാമിലെ ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്ത് അവരുടെ നാവിൽ ഹൈന്ദവരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കാനുള്ള വംശഹത്യാ മുദ്രാവാക്യങ്ങളും കയ്യിൽ മാരക ആയുധങ്ങളും വെച്ചുകൊടുത്ത് കേരളത്തിന്റെ സാംസ്കാരിക വീഥികളിലേക്ക് തുടലൂരി വിട്ടവരെ അറസ്റ്റ് ചെയ്ത് പുറംവട്ടം കാണാത്ത വിധത്തിൽ അകത്തിട്ടതും ഭീകരതയുടെ തട്ടകമായ അവരുടെ പ്രസ്ഥാനത്തെ നിരോധിച്ച് കെട്ടിപ്പൂട്ടിയതും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ്. എന്നാൽ സംഘടന മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും വിവിധ രൂപത്തിലും ഭാവത്തിലും അവരുടെ തീവ്രവാദ ആശയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഉറപ്പുള്ളതിനാൽ അന്വേഷണവുമായി മുന്നോട്ട് പോയ കേന്ദ്ര ഏജൻസി പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് കമ എന്നൊരക്ഷരം ഉരിയാടാൻ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെയോ ആകാശത്തിന് കീഴെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന വേൾഡ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നിലവാരസ്ഥരായ അവരുടെ നേതാക്കന്മാർക്കോ നാവ് അരങ്ങിയിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ മഴുമുനയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞതോ അല്ലെങ്കിൽ ഊഴം കാത്തിരിക്കുന്നതോ ആയ 977 പേരുകൾ ആരൊക്കെയാണ് എന്ന് അറിയാനുള്ള അവകാശം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട്. എന്നാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ പ്രജകളിൽ 1000-നടുത്ത ആളുകളെ വകവരുത്താൻ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൊലക്കത്തി തേച്ച് മിനുക്കി കാത്തിരുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടും അതേക്കുറിച്ച് പ്രതികരിക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. ആ പ്രസ്ഥാനത്തിന്റെ അപജയമാണത് വെളിപ്പെടുത്തുന്നത്. ഇറാനെ ആക്രമിച്ച ഇസ്രായേലിനെ പുലഭ്യം പറയാനും തെമ്മാടി രാഷ്ട്രമെന്ന് അഭിസംബോധന ചെയ്യാനും കാട്ടിയ ആ ആവേശത്തിന്റെ പകുതി മതിയായിരുന്നു കേരളത്തിലെ ജനങ്ങളെ കൊല്ലാൻ കച്ചമുറുക്കി കാത്തിരിക്കുന്നവരെ ശാസിക്കാൻ. ഹമാസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദികളെ പോരാളികളാക്കാനും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ അസഭ്യം പറയാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത മൂത്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ MA ബേബി RSS ഭീകരതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് 1000 ഫണമുള്ള വിഷസർപ്പമെന്നാണ്. എന്നാൽ MA ബേബിയുടെ സ്വന്തം സംസ്ഥാനത്ത് 1000-ഓളം പേരുടെ കഴുത്തറുക്കാൻ ഈർച്ചവാളിന് മൂർച്ച കൂട്ടി കാത്തിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇതേ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പണ്ട് ഇട്ട ലിസ്റ്റിലെ പ്രധാന ടാർഗറ്റായി തൊടുപുഴയിലെ ജോസഫ് മാഷ് വെട്ടേറ്റ് വീണപ്പോൾ തീവ്രവാദികളെ സുഖിപ്പിച്ചുകൊണ്ട് ജോസഫ് മാഷിനെ മഠയൻ എന്ന് വിളിക്കാനാണ് ബേബി സഖാവ് ആവേശം കാണിച്ചത്. ഏതായാലും 1000 വേണ്ട, ചുരുങ്ങിയത് ഒരു 19 കാലുള്ള വിഷ തേളുകളെന്നെങ്കിലും ഇവരെ വിശേഷിപ്പിക്കാൻ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് നട്ടലിതാതെ പോയത് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിലെ ഗതികേട് എന്നല്ലാതെ നമുക്ക് ഒന്നും പറയാനില്ല. ഇത്തരമൊരു ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നത് ആദ്യമല്ലെന്ന് കേരളത്തിലെ ഇസ്ലാമിക ഭീകരതയുടെ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം ഉറപ്പുള്ള കാര്യമാണ്. 2 പതിറ്റാണ്ടിനുള്ളിൽ ഇവർ വെട്ടിയും കുത്തിയും കൊന്നു തള്ളിയവരെല്ലാം ഇത്തരം പട്ടികയിൽ കോറി ഇടപെട്ട പേരുകാർ തന്നെയാണ്. ജോസഫ് മാഷിനെ പോലെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ മഴുവേറ്റ് പരിക്ക് പറ്റി വീണവരും നിരവധിയാണ്. എന്നാൽ അജ്ഞാത വാഹനങ്ങൾ ഇടിച്ചും ദുരൂഹ സാഹചര്യങ്ങളും കൊല്ലപ്പെട്ട യുവതീ യുവാക്കന്മാർ എത്ര കണക്കുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യനും നിശ്ചയമില്ല. തങ്ങളുടെ കാപട്യങ്ങളെ പൊതുജനങ്ങളുടെ നടുവിൽ തുറന്നു കാട്ടി തങ്ങളുടെ പ്രസ്ഥാനം പൊളിക്കുമെന്ന് തോന്നിയവരെ എല്ലാം ഇവർ കൊന്നു തള്ളിയിട്ടുണ്ടാകാം. ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം ഉറപ്പായ കാര്യമാണ്. അത്തരമൊരു സംഹാരത്തിന് തന്നെയായിരിക്കാം ഈ ലിസ്റ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഈ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ തലമൂത്ത നേതാക്കന്മാർ മാത്രമാണ് അഴിക്കുള്ളിൽ കിടക്കുന്നത്. ഓർക്കുക, ബാക്കിയുള്ള ബുദ്ധികേന്ദ്രങ്ങളും സാഹചര്യങ്ങളും ആയുധങ്ങളും ഇപ്പോഴും ഈ സമൂഹ മധ്യത്തിൽ നിർബാധം വിലസിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലരാകട്ടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും പോലീസ് അടക്കമുള്ള സർക്കാർ ഉദ്യോഗങ്ങളിലും കൃത്യനിർവഹണം കാത്ത് അങ്ങനെ കഴിയുകയുമാണ്. അവരെ മുഴുവൻ തുറന്നു കാട്ടണം. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ സമൂഹം തിരിച്ചറിയട്ടെ.